ഗ്രാം വജ്രം വാങ്ങാൻ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആകാശത്ത് നിന്ന് വജ്രങ്ങൾ വെറും മഴയായി പെയ്യുന്ന ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയിലുള്ള യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ മഞ്ഞുഗ്രഹങ്ങളിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. വിചിത്രമായ അന്തരീക്ഷം കൊണ്ടും രാസഘടന കൊണ്ടും എപ്പോഴും ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഗ്രഹങ്ങളാണ് യുറാനസും നെപ്റ്റ്യൂണും. ഈ ഗ്രഹങ്ങളിൽ പ്രധാനമായും വെള്ളം, അമോണിയ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ വജ്രങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായ കാർബൺ അടങ്ങിയിരിക്കുന്നത് മീഥേൻ വാതകത്തിലാണ്. യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഉൾഭാഗത്തിലേക്ക് പോകും തോറും അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങായി വർദ്ധിക്കുകയും താപനില ആയിരക്കണക്കിന് ഡിഗ്രിയായി ഉയരുകയും ചെയ്യുന്നു. ഇത്തരം കടുത്ത സാഹചര്യത്തിൽ മീഥേൻ തന്മാത്രകൾ വേർപെട്ട് കാർബൺ ആറ്റങ്ങൾ മാത്രമായി മാറുന്നു. ഈ കാർബണുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ച് വമ്പൻ വജ്ര സ്ഫടികങ്ങളായി മാറുകയും വർഷങ്ങളിലൂടെ അവ വലിപ്പം വെക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഒരു പേടകം പോലും ഈ വിദൂര ഗ്രഹങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. ശാസ്ത്രജ്ഞർ ഭൂമിയിലെ അത്യാധുനിക ലബോറട്ടറികളിൽ ഇവയുടെ കടുത്ത അന്തരീക്ഷം കൃത്രിമമായി പുനഃസൃഷ്ടിച്ചാണ് ഈ വജ്രമഴയുടെ രഹസ്യം ചുരുളഴിച്ചത്. ശക്തമായ എക്സ്റേ ലേസറുകളും ഡയമണ്ട് ആൻവിൻ സെല്ലുകളും ഉപയോഗിച്ച് യുറാനസിലെയും നെപ്റ്റ്യൂണിലെയും ഉയർന്ന മർദ്ദവും ചൂടും അവർ ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുത്തു. ഈ പരീക്ഷണങ്ങളിലൂടെ മുൻപ് കരുതിയിരുന്നതിലും കുറഞ്ഞ ആഴത്തിൽ തന്നെ അതിസൂക്ഷ്മമായ നാനോ വജ്രങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ കുഞ്ഞൻ വജ്രങ്ങൾ പതുക്കെ ഗ്രഹത്തിന്റെ ഉള്ളറകളിലേക്ക് താഴ്ന്നു പോകുന്ന പ്രക്രിയയാണ് ഗവേഷകർ വജ്രമഴ എന്ന് വിളിക്കുന്നത്. ഈ വജ്രമഴ നമ്മുടെ സൗരയൂഥത്തിലെ മഞ്ഞുഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സൗരയൂഥത്തിന് വെളിയിലുള്ള മിനി നെപ്റ്റ്യൂണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ അന്യഗ്രഹങ്ങളിലും ഇത്തരത്തിൽ വജ്രങ്ങൾ പൊഴിയുന്നുണ്ടാകാമെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു. വജ്രങ്ങളുടെ തുടർച്ചയായ രൂപീകരണവും അവ താഴേക്ക് പതിക്കുന്നതും പിന്നീട് ബാഷ്പീകരിക്കപ്പെടുന്നതുമെല്ലാം ചേർന്ന് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഉള്ളിൽ സവിശേഷമായ ഒരു ഡയമണ്ട് സൈക്കിൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഈ വജ്രമഴ പ്രകൃതിയുടെ എത്ര മനോഹരമായ എഞ്ചിനീയറിംഗ് ആണല്ലേ! നമ്മൾ കാണുന്നതിനും ചിന്തിക്കുന്നതിനുമപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഇത്തരത്തിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്.